എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമി അർമ്മണം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ സമ്പൂർണ്ണ പാരായണത്തിന്റെ 12ാം ദിവസമായ ഇന്ന് 2ാം അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം മുതൽ 76 ശ്ലോകം വരെ, അതായത് അധ്യായം ഇന്ന് തീരുവാണ്. 2ാം അധ്യായം ഇന്ന് പാരായണവും ചെറിയ രീതിയിൽ സാരം പറയുന്നതും ആരാധ്യ സന്തോഷ് ആണ്. അതിനുശേഷം ആരാധ്യയുടെ അനിയത്തിക്കുട്ടിയായ ആരുഷി സന്തോഷ് ഏകശ്ലോകവാഗതവും ജ്ഞാനപ്പാനയും അവതരിപ്പിക്കും. 2 കുട്ടികളും വളരെ റെഗുലറായിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന മിടുക്കി കുട്ടികളാണ്. 2 പേരെയും വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അവരുടെ അച്ഛനമ്മമാരോട് നമ്മുടെ സന്തോഷം അറിയിക്കുന്നു. ആരാധ്യയെ പരിപാടി നടത്തുവാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സായിറാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യേതോന്വയാതിതരതശ്ചാർത്തേശഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഗാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈഃ സാംഗപദക്രമോപനിഷदैर् ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുർനിർമായശേദേ യദമൂഷു പൂരുഷാ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി. ഇന്നു ഞാൻ പാരായണം ചെയ്യുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 2-ലെ
61 മുതൽ 76 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഭക്തിജ്ഞാന വിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേ കലേർദോഷാ ഇമേ സർവേ സിംഹശബ്ദാദികാ ഇവ. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തിപ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തദ ക്രീഡാം കരിഷ്യതി. നാരദ ഉവാച വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠത്രികം തൂയത്. ശ്രീമദ്ഭാഗവതാലാപാത് തത്കഥം ബോധമേഷ്യതി തത്കഥാസു തു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ചിന്തന്തു സംശയം ഹേനം ഭവന്തോ മോഘദർശനാഃ വിളംബോ നാത്ര കർത്തവ്യ ശരണാഗതവത്സലാഃ. കുമാരാ ഊചുഃ വേദോപനിഷദാം സാരാത് ജാതാ ഭാഗവതി കദാ അത്യുക്തമാ തദോപാധി പൃഥഗ്ഭൂതാ ഫലാകൃതിഃ. ആമൂലാഗ്രം രസസ്ഥിഷ്ടൻ ആസ്തേന സ്വാധ്യതേ യദാ स भूयः सम्पृथग्भूत फले विश्वमनोहरः. यदा दुक्ते स्थितं सर्पिन्न स्वादयोपकल्पते पृथग्भूतं हि तत् दिव्यं देवानां रसवर्धनम्. इक्षूणामादिमध्यान्तं शर्करा व्याप्य तिष्ठति पृथग्भूता च सामिष्टा तदा भागवती कदा. इदं भागवतं नाम पुराणं ब्रह्म संविदं भक्तिज्ञानविरागाणां स्थापनाय प्रकाशितं. वेदान्तवेदसुस्नाते गीताया अपि कर्तरि परितापवति व्यासे मुह्यत्यज्ञानसागरे. तदा त्वया पुरा प्रोक्तं चतुश्लोकः समन्वितं तदीयश्रवणात् सद्यो निर्बाधो बादरायणः. तत्र ते विस्मयकेन यतः प्रश्नकरो भवान् श्रीमद्भागवतं श्राव्यं शोकदुःखविनाशनम्. नारद उवाच यद्दर्शनं च विनिहन्य शुभानि सद्य श्रेयस्तनोति भवदुःखवार्दितानां निःशेषशेषमुखगीतकथैकपाणाः. प्रेम प्रकाशकृते शरणं गतोऽस्मि भाग्योदयेन बहुजन्म समार्जितेन सत्सङ्गमं च लभते पुरुषो यदा वै अज्ञानहेतुकृतमोहमदान्धकार नाशं विदाय हि तदोदयते विवेकः. इति श्रीपद्मपुराणे उत्तरखण्डे श्रीमद्भागवतमाहात्म्ये कुमारनारदसंवादो नाम द्वितीयोऽध्यायः. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. ഇനി മറ്റേ സാരവും കൂടെ പറയൂ കേട്ടോ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. ഭാഗവതം കേട്ടാൽ ഉടനെ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഭൂലോകത്തിൽ അധിക ശക്തി ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന രണ്ടു പേർക്കും വിഷമം കൂടാതെ ഇരിക്കാൻ സാധിക്കും. ഭക്തിക്കാകട്ടെ പരമസുഖമുണ്ടാകും. ഭാഗവതം ഭക്തിയെ പ്രബലമാക്കും. അപ്പോൾ സാധകനു ജ്ഞാനവൈരാഗ്യങ്ങൾ തനിയെ വന്നു ചേരും. സിംഹശബ്ദം കൊണ്ട് ചെന്നായ്ക്കൾ ഓടി ഒളിക്കുന്നത് പോലെ ശ്രീമദ് ഭാഗവതത്തിന്റെ ശബ്ദം ഒന്നു മാത്രം മതി കലിദോഷങ്ങൾ മോളെ മ്യൂട്ടായി. സിംഹശബ്ദം തൊട്ടൊന്നുകൂടെ ചൊല്ല്. സിംഹശബ്ദം കൊണ്ട് ചെന്നായ്ക്കൾ ഓടി ഒളിക്കുന്നത് പോലെ ശ്രീമദ് ഭാഗവതത്തിന്റെ ശബ്ദം ഒന്നു മാത്രം മതി. കലിദോഷങ്ങൾ എല്ലാം നശിക്കും. നിശ്ചയം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോട് ചേർന്നാൽ അത് ഈശ്വര പ്രേമം വർദ്ധിപ്പിക്കും. അങ്ങനെയാകുമ്പോൾ എല്ലാ ജനങ്ങളിലും ഭക്തി ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടെ ഭക്തി എല്ലാ വീടുകളിലും പ്രചരിക്കും. അപ്പോൾ നാരദർ പറഞ്ഞു, വേദം കൊണ്ടും വേദാന്തമായ ഉപനിഷത്ത് കൊണ്ടും
ഗീതാപാഠം കൊണ്ടും ഉണർത്തപ്പെട്ടിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന 3 പേരും ഉണർന്നില്ല. ശ്രീമദ് ഭാഗവതത്തിന്റെ ആലാപനം കൊണ്ട് അവർ എങ്ങനെ ഉണർന്നു വരും? ഭാഗവത കഥകളിലാകട്ടെ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും വേദാർത്ഥത്തെ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗവതം വേദോപനിഷത്തുകളുടെ സാരാംശം തന്നെയാണല്ലോ. ദർശനം കൊണ്ടു തന്നെ ഫലം സിദ്ധിക്കുന്ന നിങ്ങൾ എന്റെ സംശയം തീർത്തു തരൂ. വേദാന്തങ്ങൾ കൊണ്ട് സാധിക്കാത്തത് വേദസാരമായ ഭാഗവതം കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് എന്റെ സംശയം തീർത്തു തരണമേ. അപ്പോൾ കുമാരന്മാർ പറഞ്ഞു, വേദോപനിഷത്തുകളിലെ സാരമായ ഭാഗവത കഥ അത്യുത്തമമായി ശോഭിക്കുന്നു. വേദോപനിഷത്തുകളിലെ ജ്ഞാനകാണ്ഡ സാരവും കൂടി ഭാഗവതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഭാഗവത കഥ ശ്രേഷ്ഠമായി. മാവിന്റെ രസം വേര് മുതൽ അഗ്രം വരെയുണ്ട്. എന്നാൽ അത് അനുഭവിക്കണമെങ്കിൽ അതിൽ ഫലമുണ്ടായി വിളഞ്ഞു പാകമാകണം. മാമ്പഴം മാവിൽ നിന്നും വേറിട്ടതാണ്. അതേസമയം മാവിന്റെ എല്ലാ സാരാംശവും അത് സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ മാവിന്റെ വേരോ തടിയോ ഇലയോ കഴിച്ചാൽ മാമ്പഴത്തിന്റെ സ്വാദ് കിട്ടില്ലല്ലോ. ഈ രസമെല്ലാം ഒന്നിച്ചു കൂടിയ മാമ്പഴം വേറിട്ട് നിൽക്കുന്നു. അതുപോലെ ഭാഗവതം വേദത്തിൽ നിന്നുണ്ടായി വേദസാരാംശം പ്രകാശിപ്പിച്ച് വേറിട്ട് നിൽക്കുന്നു. അതു തന്നെയാണ് ഭാഗവതത്തിന്റെ ശ്രേഷ്ഠതയും. പാലിനകത്തിരിക്കുന്ന നെയ്യിന്റെ സ്വാദ് അറിയാനാവില്ല. നെയ്യ് വേർവിട്ട് വരുമ്പോൾ അത് ദേവന്മാർക്ക് പോലും രസത്തെ വർദ്ധിപ്പിക്കുന്ന അത്ര ദിവ്യമാകുന്നു. വേദസാരാംശം വേർതിരിച്ചെടുത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഗവതത്തിന്റെ ഔന്നിത്യവും അങ്ങനെ തന്നെയാണ്. കരിമ്പിന്റെ ചുവട്ടിലും മധ്യത്തിലും മുകളിലും എല്ലാം അത് വ്യാപിച്ചു നിൽക്കുന്നു. അത് വേർതിരിച്ചെടുക്കുമ്പോൾ സ്വാദുള്ളതാകുന്നു. കരിമ്പിന്റെ നീർ എടുത്ത് വറ്റിച്ച് ശർക്കരയാക്കി മാറുമ്പോൾ സ്വാദ് കൂടുന്നു. അതുപോലെ ഭാഗവതം വേദാന്തങ്ങളെക്കാൾ വിശിഷ്ടമാകുന്നു. ഭാഗവതം എന്ന ഈ പുരാണം വേദതുല്യമാണ്. ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സ്ഥാപനത്തിനായി പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. വേദവ്യാസ മുനി 4 വേദങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സാരത്തെ വേർതിരിച്ച് പുരാണ രൂപത്തിലാക്കിയതാണ് ഭാഗവതം. വേദങ്ങൾ വ്യസിക്കുകയും വേദാന്ത ഭാഷ്യം എഴുതുകയും മഹാഭാരതത്തിലൂടെ ഗീത രചിക്കുകയും ചെയ്ത വേദവ്യാസ മുനി പോലും അജ്ഞാന സാഗരത്തിൽ പരിതാപകരമാം വിധം മുങ്ങിപ്പോയി. അങ്ങയുടെ പിതാവിനാൽ ബ്രഹ്മദേവനാൽ പണ്ട് ഉപദേശിക്കപ്പെട്ട ചതുശ്ലോകി ഭാഗവതം അങ്ങ് വേദവ്യാസന് ഉപദേശിച്ചുവല്ലോ. ആ ഭാഗവത ശ്രവണം കൊണ്ട് പെട്ടെന്ന് തന്നെ വേദവ്യാസന് തന്നെ ബാധിച്ച അജ്ഞാനബാധയിൽ നിന്നും മോചിതനായി. അത്രത്തോളം മാഹാത്മ്യം ഭാഗവത കഥാസാരത്തിന് ഉണ്ടെന്ന് അനുഭവിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയ്ക്ക് ഇത്രത്തോളം സംശയത്തിനും ആശ്ചര്യത്തിനും എന്തു കാരണം? അതുകൊണ്ടാണല്ലോ ഞങ്ങളോട് ഇപ്പോൾ ഈ വിധം ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സംശയം വേണ്ട. ശ്രീമദ് ഭാഗവത കഥ കേൾക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ അസുഖങ്ങളും മനോവിഷമങ്ങളും നശിച്ച് മനുഷ്യർ സന്തോഷമുള്ളവരായി ഭവിക്കും. യാതൊരു സജ്ജനങ്ങളുടെ ദർശനം ലോകത്തിലെ ദുഃഖം, മനോവിഷമം മുതലായ കാട്ടുതീ കൊണ്ട് ദുഃഖിക്കുന്നവർക്ക് അവയെ മാറ്റി മോക്ഷം നൽകുന്നുവോ? ആദിശേഷന്റെ 1000 മുഖങ്ങളിൽ നിന്ന് ഒഴുകുന്ന കഥാമൃതത്തെ തന്നെ നിരന്തരം പാനം ചെയ്ത് ആനന്ദിക്കുന്ന മഹാനുഭാവന്മാരായ നിങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പരമപ്രേമത്തോടുകൂടിയ ഭക്തിയുടെ സ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുവാൻ കരുണയുണ്ടാകണം. എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ ശ്രദ്ധാപൂർവം ചെയ്ത അനേക സത്കർമ്മങ്ങളുടെ ഫലരൂപമായ ഭാഗ്യം എപ്പോഴാണോ ഫലം കൊടുക്കുവാൻ പാകമാകുന്നത് അപ്പോഴേ സജ്ജന സംസർഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അജ്ഞാനം അഥവാ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന മോഹം അഥവാ ഭ്രമം എന്ന ഇരുട്ടിനെ വിവേകം എന്ന വെളിച്ചം നശിപ്പിക്കുന്നു. ഈ വിവേകം എന്ന പ്രകാശം മോക്ഷത്തിന് കാരണമാകും. എനിക്ക് ഈ പ്രഭാഷണം പറയാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിനും എന്റെ നന്ദി അർപ്പിച്ചു. സൈറ മോളെ നന്നായിരുന്നു. ഇനി നമ്മുടെ ആരുഷിക്കുട്ടി.
നെറ്റിന് എന്തോ പ്രശ്നം. ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഹേതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണച്ചേവ സന്തതം തിരുനാമങ്ങൾ നാവിൽ മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നാലെയോളമെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശമും നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മഴിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീടു കേൾപ്പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിഷ്ടമാം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനൊരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കിമേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ. ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ, കർമ്മങ്ങൾക്കു വിള നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തണമെങ്കിലും ചെമ്മേ മറ്റെന്നും സാധ്യ നിർണയം. ഭക്തന്മാർക്കും മുമൂഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമാനിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല അറിഞ്ഞാലും അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. ചത്തുപോന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മതിയ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്ന എന്തിനു നമൃത. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോണം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവ് കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലും ജന്മസാഫല്യം അപ്പോളെ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ.
സൂപ്പറായി കേട്ടോ, അടിപൊളിയായി. ശരി വേറെ സാർ. ഒന്നും ആലോചിച്ചില്ല ഈ സമയം മുഴുവൻ, വേറെ ഒരു കാര്യവും നോക്കിയില്ല കുഞ്ഞ്. ഇത് തന്നെയായിരുന്നു. വെരി ഗുഡ്. ഇങ്ങനെ നല്ല ശ്രദ്ധയോടെ എല്ലാം പഠിക്കണം കേട്ടോ. ശരി സാർ. എന്നും ചൊല്ലണേ വിളക്ക് കൊളുത്തി വെച്ച്. ശരി മതിച്ചേട്ടാ. സൈറാം സാർ. സൈറാം സൈറാം. ആരാധ്യയും ആരുഷിയും വളരെ സുന്ദരമായിട്ട് തന്നെ അവരുടെ ഭാഗം അഭിനയിച്ചു തീർത്തു. ഗംഭീരമായ സ്വരത്തില് പ്രഭാഷണവും നടത്തി. അതുപോലെ തന്നെ ആരുഷിയും സ്വധർമ്മം നിർവഹിച്ചു എന്ന് തന്നെ പറയാം. ഇതിനൊക്കെ കാരണക്കാരനായിട്ടിരിക്കുന്ന ഗുരുനാഥന് ഇന്നും പറയാറുള്ളതാണ്, എത്ര നന്ദി പറഞ്ഞാലും എന്തെല്ലാം കൊടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഈ ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിലാണ് ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംവാദത്തില് ചതുശ്ലോകി ഭാഗവതത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, അവതരിപ്പിച്ചത്. ആദിനാരായണനായ ഭഗവാനാൽ ബ്രഹ്മാവിന് ഉപദേശിക്കപ്പെട്ടതാണ് ചതുശ്ലോകി ഭാഗവതം. അതിനെ ആധാരമാക്കിയാണ് ഭാഗവത പുരാണം ബ്രഹ്മാവ് ശ്രീനാരദന് ഉപദേശിച്ചത്. നാരദനത് വ്യാസഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. വ്യാസൻ ദശലക്ഷണ സമന്വിതമായ മഹാപുരാണമാക്കി 12 സ്കന്ധങ്ങളില് 335 അധ്യായങ്ങളിലായി രചിച്ചു. ഇതൊക്കെ ഏത് യുഗത്തിലാണ് നടന്നതെന്ന് ഓർക്കണം. ഇപ്പോഴും അതിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വരികളിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം ഗ്രഹിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ പകർത്തിയാൽ ഇതിൽ പരം സുഖവും സന്തോഷവും ശാശ്വത സമാധാനവും മറ്റൊരിടത്തു നിന്നും കിട്ടത്തില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഇത് കുട്ടിക്കാലം മുതൽ തന്നെ പറഞ്ഞ് വായിച്ച് ശീലിച്ചാല് ജന്മം സഫലമായ മക്കളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. രക്ഷകർത്താക്കൾക്കാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് ഈ ഭാഗവത പാരായണവും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിത്യജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഭഗവാൻ സന്തുഷ്ടനാകും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ തന്നിരിക്കും. അതുകൊണ്ട് ഭാഗവതത്തെ പിന്തുടരാനായിട്ട് യാതൊരു കാരണവശാലും മറക്കരുത്, മടിയുണ്ടാകരുത്. നന്ദി, നമസ്കാരം. നമസ്തേ സർ. സായിറാം. ആരാധ്യ മോള് നന്നായിട്ട് പാരായണം ചെയ്തു. അതിലും ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്തു. പ്രഭാഷണം ഞാനിങ്ങനെ കണ്ണടച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല വോയിസ് മോഡുലേഷൻ. ആ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് നല്ലോണം മനസ്സിലാക്കി ഉള്ളിൽ എടുത്തിട്ടാണ് അത് പറയുന്നതെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് മധുചേട്ടൻ പറഞ്ഞ പോലെ ഒരു പുണ്യമാണ് മോളെ. ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് പൂർവ്വപുണ്യമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേരൻസിന്റെയും നിങ്ങളുടെ ആ ഫാമിലിയുടെ മൊത്തം. അപ്പോ ഇതുപോലൊരു ഗുരുനാഥനെ കിട്ടാന്ന് പറഞ്ഞാൽ അതിലും വലിയ പുണ്യമാണ്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ഒത്തു വരുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മധുചേട്ടൻ പറഞ്ഞ പോലെ ഇതിനെ ഇങ്ങനെ ഒരു പീരീഡിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഈ പഠനം ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടേയിരിക്കണം കേട്ടോ. എല്ലാ കുട്ടികളും ഈ പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു ഭാഗവതം മഹാത്മ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാമായണത്തിലെ ഒരു ഭാഗം കൊണ്ടോ അവസാനിക്കുന്നതല്ല നമ്മുടെ പഠനം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നോൺ എൻഡിങ് ആണ്, ഇൻഫിനിറ്റ് ആണ്. നമ്മൾ ഇൻഫിനിറ്റി പഠിക്കില്ലേ മാത്സില്, അതുപോലെ ഇൻഫിനിറ്റ് ആണ്. അത് നമ്മൾ
ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഈ മൊത്തം ജന്മം എടുത്താലൊന്നും ഒന്നും തികയില്ല. പറ്റുന്ന പോലെ നമുക്ക് പഠിക്കുക, പഠിച്ചെടുത്ത കാര്യങ്ങൾ. ഇപ്പൊ മോള് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുഞ്ഞിനെ ആ പ്രായത്തില് പറ്റുന്ന പോലെ നല്ലോണം ഉൾക്കൊണ്ടിട്ടാണ് അത് പറയുന്നതെന്ന്. എല്ലാ കുട്ടികളും അതുപോലെ പറയുന്നത്. അപ്പൊ അത് നല്ലോണം ചെയ്തിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ആരുഷി മോള് നന്നായിട്ട് ചൊല്ലി കേട്ടോ. ജ്ഞാനപ്പാന നല്ലോണം ചൊല്ലി. ശരിക്കും ഈ പ്രായത്തിൽ ഇങ്ങനെ കോൺസെൻട്രേഷനോട് കൂടി ചൊല്ലുക എന്ന് പറഞ്ഞാൽ ശകലം ബുദ്ധിമുട്ടാണ്. മോള് നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്തേ. വളരെ നല്ല ഒരു ദിവസം കൂടി. ഇടയ്ക്ക് എനിക്ക് 2 ദിവസം കുറച്ച് മിസ്സായി പോയി. എന്നാൽ ഇന്ന് വീണ്ടും ഭാഗ്യം കിട്ടി വന്ന് പങ്കെടുക്കാൻ. ആദ്യം തന്നെ ഞങ്ങൾക്ക് വലിയ നഷ്ടമായി പോയി സാറേ. സാറിന്റെ ആബ്സൻസ് ഞങ്ങൾക്ക് നഷ്ടമായി കേട്ടോ. അയ്യോ, അത് കുറച്ച് യാത്രയിലായിരുന്നു. യാത്ര ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ യാത്രയിലായിരുന്നുകൊണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് വീണ്ടും തിരിച്ചെത്തിയ ഭാഗ്യം. കുട്ടികൾ വളരെ ഭംഗിയായി തന്നെ തുടരുന്നു. ആദ്യം ചെറിയ മോളുടെ പറയാം. അന്ന് നല്ല ഭംഗിയായിട്ട്, എത്ര ഭംഗിയായിട്ടാണ് ആരുഷി മോൾ വളരെ വളരെ മനോഹരമായിട്ട് ചൊല്ലി കേട്ടോ. അഭിനന്ദനങ്ങൾ. ഇനി അങ്ങനെ തന്നെ പഠിച്ച് ധാരാളം ചൊല്ലി കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ ആരാധ്യക്ക് ഇന്ന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. കുറച്ച് ഗോൾഡോ പ്രശ്നം എന്തോ ഉണ്ട്. എന്നാലും അതൊന്നും ഒരു പ്രശ്നേ അല്ലാണ്ട് എത്ര സുഗമമായിട്ട് ആൻഡ് വളരെ സാവകാശമായിട്ടും കേൾക്കുന്നവർക്ക് വൃത്തിയായി മനസ്സിലാക്കാവുന്ന രീതിയിൽ ഭംഗിയായി വളരെ സ്ഫുടമായ ഭാഷയിൽ നന്നായി ചൊല്ലി. ഞാൻ പ്രഭാഷണം ചെയ്ത് അതിലും മനോഹരമായിരുന്നു. ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നൊന്നും ബാധിച്ചതേ ഇല്ല. അതൊന്നും വകവയ്ക്കാണ്ട് വളരെ വൃത്തിയായി ചൊല്ലി. 2 പേർക്കും അഭിനന്ദനങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ. വളരെ സന്തോഷം. കുട്ടികളെ അനുഗ്രഹിക്കാൻ ഇടയ്ക്കൊന്ന് കാണുന്നത് വളരെ സന്തോഷം. അല്ല, എന്നും വരണം എന്നുണ്ട്, പക്ഷെ ചിലപ്പോ പല തിരക്കുകളുണ്ടാവുമല്ലോ. അതെ, പക്ഷെ എല്ലാ കുട്ടികൾക്കും മനസ്സിൽ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഉണ്ട്. ആ ഒരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ. തീർച്ചയായും. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. സായിറാം മാമി പറയൂ. വളരെ നന്നായിരുന്നു മോളെ. ആരാധ്യ വളരെ സൂപ്പർ ആയിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും പറയാതെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്. വളരെ നന്നായിരുന്നു മോളെ. എന്താ പറയുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനൊന്നും അറിയില്ല. പറഞ്ഞ പോലെ തന്നെ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം പോകും എന്നുള്ളത് മോള് അതിൽ ഒരു ലൈനിൽ പറഞ്ഞു. വളരെ സ്പഷ്ടമാണ് കേട്ടോ. വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. ചേച്ചി അനിയത്തി 2 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. മോള് നല്ലോണം ചൊല്ലിയായിരുന്നു കേട്ടോ. ജ്ഞാനപ്പാന വളരെ നന്നായിരുന്നു. 2 പേരും നല്ലോണം ചൊല്ലിയായിരുന്നു. ഓക്കെ, ദൈവം നിങ്ങളെ 2 പേരെ അനുഗ്രഹിക്കട്ടെ. എന്നും ഇത് കഴിഞ്ഞാലും നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ മോള്. നമസ്കാരം സാർ. നമസ്കാരം. ഹരേ കൃഷ്ണ. സായിറാം കുഞ്ഞുങ്ങളെ 2 പേരും നന്നായിട്ട് ചൊല്ലി. മോള് ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളാണ്. വളരെ നന്നായി. തത്കഥാസുത വേദാർത്ഥ ശ്ലോകേ പദേ പദേ. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഈ ഭാഗവതത്തിലെ എല്ലാം വേദത്തിന്റെ അങ്ങനെ സാരങ്ങൾ ഓരോ പദത്തിലുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ഇപ്പൊ വേദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദത്തിനേക്കാളും ഉപരിയാണെന്ന് മോള് പറഞ്ഞു തന്നു. വളരെ നന്നായിരുന്നു. നല്ല പാരായണമായിരുന്നു. ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോക ദുഃഖ വിനാശനം. മോൾ ഇന്ന് ഞങ്ങളോടെല്ലാം അതാ പറഞ്ഞു തന്നത്. വളരെ സന്തോഷം തോന്നി. ഈ ഭാഗവതം ഇങ്ങനെ ഈ ചെറുപ്രായത്തിൽ മോക്ക് കയ്യിലെടുക്കാൻ സാധിച്ചത് വളരെ പുണ്യം ചെയ്തത് കൊണ്ടാണ്. മോളുടെ പേരൻസ് 2 പേരുടെ അത് പറയാനുള്ളൂ. പേരൻസിന് വലിയ ഒരു പങ്ക് ഇതിൻ്റെ അകത്തുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗുരുനാഥൻ ഭഗവാൻ കാണിച്ചു തരുന്നതാണ്. നല്ലൊരു ഗുരുവിനെയൊക്കെ അതൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമല്ല. അത് ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് ഭഗവാൻ നമ്മുടെ അടുത്ത് ഒപ്പം ഇരുന്ന് തരുന്നതാണ്. നിങ്ങൾ ഈ സ്വാമിയാർമഠത്തിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഒരു കാര്യമേ പറയാൻ തോന്നുകയുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ എവിടെ ഏത് കോണിൽ പോയാലും, ബാംഗ്ലൂർ ആയിക്കട്ടെ, മദ്രാസ് ആയിക്കട്ടെ,
യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, എവിടെ പോയാലും നിങ്ങൾ ഒരിക്കലും തെറ്റായ വഴിയിൽ പോകില്ല. അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ധർമ്മമുണ്ടോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ 100 പ്രാവശ്യം ചിന്തിക്കും. അങ്ങനെയാണ് അവിടെ എല്ലാ ഗുരുക്കന്മാരും നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. മധുചേട്ടനാണെങ്കിലും സോമൻ ചേട്ടനാണെങ്കിലും പരമേശ്വരൻ സാറാണെങ്കിലും വിശ്വനാഥ് സാറിനാണെങ്കിലും എല്ലാവരുടെയും ക്ലാസ്സുകൾ ഒരേ എയിമാണ്, എല്ലാരെയും ധർമ്മത്തിന്റെ പാതയിൽ കൊണ്ടുപോവുക. അത് നിങ്ങളെ എവിടെ പോയാലും രക്ഷിക്കും. വളരെ നന്നായിരുന്നു മോളെ, പറയാൻ വാക്കില്ല. കുഞ്ഞുമോള് ആമോദത്തോടെ തന്നെയാണ് ഇന്ന് നാമം ചൊല്ലിയത്. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. ആമോദത്തോടെ ആ വാക്ക് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ രസിച്ച് ഭഗവാനെ ഗുരുവായൂരപ്പനെ കണ്ടു തന്നെയാണ് പറഞ്ഞ ഉമ്മ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. ഹരേ കൃഷ്ണ. സായിറാം. നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ അധ്യായം 3 തുടങ്ങുകയാണ്. രുദ്ര ആർ പ്രഭു ആണ് നാളത്തെ പാരായണവും പ്രഭാഷണവും. നേഹ എന്ന് പറഞ്ഞ കുഞ്ഞാണ്, അവളാണ് നാളെ ഏകശ്ലോക ഭാഗവതം ജ്ഞാനപ്പാനയും ചൊല്ലുന്നത്. ഇന്നത്തെ പോലെ എല്ലാവരും നേരത്തെ വരിക, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക. ആരാധ്യകുട്ടി നന്നായിരുന്നു കേട്ടോ. ആ പ്രാക്ടീസ് ചെയ്തതിൻ്റെതായ ഗുണം ഉണ്ടായി കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോ മിടുക്കിയായിട്ട് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ മോളൂട്ടി. ശരി സാർ. ഓക്കെ, നമ്മുടെ പീക്കിരി ഗംഭീരായി കേട്ടോ. നന്നായിട്ടിരുന്ന് ജോലി ചെയ്ത് അതിന്റെ നന്നായിട്ട് ചൊല്ലി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. വെരി ഗുഡ്. എല്ലാവർക്കും നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം 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 സാർ. സായിരാം. വിനോദ വിദ്യ വിളിച്ചൊന്ന് പറഞ്ഞേരെ കട്ടിയാ. പറഞ്ഞേക്കാം. സായിരാം സാർ. സായിരാം. താന് പറയാമല്ലേ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം ശിവകുമാർ. സായിരാം